ധന്യ ടെക്സ്റ്റൈൽസിന്റെ പുതിയ ഷോറൂം മെയ് 10 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഏവർക്കും സ്വാഗതം. താനൂരിലെ PVS തിയേറ്ററിൽ നടന്ന കൊലപാതകത്തിലെ പ്രതി തിയേറ്റർ മാനേജറായിരുന്ന അനൂപിന് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. മഞ്ചേരി ഹഡോക് സ്പെഷ്യൽ കോടതി 2 ജഡ്ജി AV ടെല്ലസ് ആണ് വിധി പ്രഖ്യാപിച്ചത്. 2020 ഒക്ടോബർ 1-നാണ് കേസിനാസ്പദമായ കൊലപാതകം നടന്നത്. ജീവപര്യന്തത്തോടൊപ്പം 1 ലക്ഷം രൂപ പിഴയും കൂടാതെ മർദ്ദനം നടത്തിയതിന് 3 മാസം തടവും 500 രൂപ പിഴയും തെളിവ് നശിപ്പിക്കലിന് 1 വർഷം തടവും 1000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. ആശാരിപ്പണിക്കായി താനൂരിലെത്തിയ ബേപ്പൂർ സ്വദേശിയായ പറമ്പത്ത് വൈശാഖിനെയാണ് അനൂപ് കൊലപ്പെടുത്തിയത്. തിയേറ്ററിന് സമീപത്തുള്ള കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അമിതമായി മദ്യപയോഗിക്കുന്ന ആളാണ് പ്രതിയായ അനൂപ്. തന്റെ ലഹരി ഉപയോഗം തിയേറ്റർ ഉടമസ്ഥനെ വൈശാഖ് അറിയിക്കുന്നുവെന്നതും 13 വർഷമായി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കേവലം 1 വർഷം മുമ്പ് ജോലി ആവശ്യാർത്ഥമെത്തിയ വൈശാഖിന് ലഭിച്ച സ്വീകാര്യതയുമായിരുന്നു കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് പറയുന്നു. ലൊക്കേഷൻ ലഭിക്കാതിരിക്കാൻ പ്രതി അനൂപ് തന്റെ മൊബൈൽ ഫോൺ മറ്റൊരു കാറിൽ ഉപേക്ഷിച്ചു. പിന്നീട് രാത്രി 10:30 തിയേറ്റർ പരിസരത്തെത്തിയ ഇയാൾ വൈശാഖുമായി സംസാരിച്ചു. ഇതിനിടയിൽ വൈശാഖിനെ അടിച്ച് താഴെയിട്ട് ശേഷം കാൽകൊണ്ട് ചവിട്ടുകയും കഴുത്തിൽ മുട്ടുകാൽ കയറ്റി ശരീരഭാരം മുഴുവൻ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി കഴുത്തിൽ ചവിട്ടിക്കൊല്ലാൻ ഉപയോഗിച്ച ചെരുപ്പ് ഒളിപ്പിച്ചു വെക്കുകയും മുങ്ങി മരിച്ചതാണെന്ന് വരുത്തി തീർക്കുന്നതിനായി രാത്രി 12-ഓടെ മൃതദേഹം കുളത്തിലേക്ക് തള്ളിയിരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ വൈശാഖിനെ കാണാനില്ലെന്ന് പോലീസിൽ വിവരം അറിയിച്ചതും പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയതും അനൂപായിരുന്നു. മരണാനന്തര ചടങ്ങിന് ശേഷം വൈശാഖിന്റെ വീട്ടിൽ ആശ്വസിപ്പിക്കാനായി പോവുകയും ചെയ്തു. 43 സാക്ഷികളെ വിസ്തരിക്കുകയും 16ഓളം തൊണ്ടിമുതലും ഹാജരാക്കി. പ്രോസിക്യൂഷൻ KP ഷാജുവാണ് വൈശാഖിന് വേണ്ടി ഹാജരായത്. SI ദേവൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷുക്കൂർ എന്നിവർ പ്രോസിക്യൂഷനെ സഹായിച്ചു. സാധാരണ മുങ്ങിമരണം എന്ന നിലയിൽ കേസ് അന്വേഷിച്ച് മുന്നോട്ട് പോകവെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഗുരുതരമായ പരിക്ക് റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കൊലപാതകമെന്ന തരത്തിൽ അന്വേഷണം ആരംഭിച്ചത്. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ നാട്ടുകാരുടെ പിന്തുണയാണ് കേസ് തെളിയിക്കാൻ സഹായിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ നിലവിൽ കൊടുങ്ങല്ലൂർ DSP-ആയ P പ്രമോദ് പറഞ്ഞു. താനൂരിൽ CI ആയിരിക്കുമ്പോഴാണ് കേസ് അന്വേഷണം നടത്തിയത്. SI-മാരായ വാരിജാക്ഷൻ, ശൈലേഷ്, രാജു, ASI-മാരായ നവീൻ, K സലേഷ്, ബോട്ടപകടത്തിൽ മരിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ MP സബറുദ്ദീൻ എന്നിവരായിരുന്നു കേസ് അന്വേഷിച്ചത്.